രാജ്യത്തെ ആയുധങ്ങൾ ലെബനൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കത്തെ തള്ളി ഹിസ്ബുള്ള രംഗത്ത്. ഇതൊരു ഭയാനകമായ പാപമാണ് എന്ന് ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹിസ്ബുള്ള വ്യക്തമാക്കി. അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ചേർന്ന് ഹിസ്ബുള്ളയെ ആയുധരഹിതമാക്കാൻ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇതിന് പിന്നാലെയായിരുന്നു ഈ തീരുമാനം. എന്നാൽ ഹിസ്ബുള്ള ഇതുവരെ തങ്ങളുടെ ആയുധങ്ങൾ സർക്കാരിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തയ്യാറായിട്ടില്ല. 2024 ഇസ്രായേൽ യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നിരുന്നു. എന്നിട്ടും തങ്ങളുടെ ആയുധശേഖരം കൈവിട്ടുകൊടുക്കാൻ ഹിസ്ബുള്ള തയ്യാറായില്ല. ലെബനൻ മന്ത്രിസഭ ഈ മാസം അവസാനത്തിന് മുമ്പായി സൈന്യത്തോട് ഒരു പദ്ധതി അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം 2025 അവസാനത്തോടെ ലെബനിലെ എല്ലാ ആയുധങ്ങളും സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം. അതേസമയം ലെബനിലെ ആയുധ നിർമ്മാണവും വിതരണവും ഇനി മുതൽ സർക്കാർ നിയന്ത്രണത്തിലാകണമെന്ന മന്ത്രിസഭാ തീരുമാനത്തെ ഹിസ്ബുള്ള അമേരിക്കൻ നിർദ്ദേശങ്ങളുടെ ഫലമെന്ന് വിശേഷിപ്പിച്ചു. ഇസ്രായേൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു. ഇങ്ങനെ തുടരുമ്പോൾ തങ്ങൾ ആയുധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യില്ല എന്നും ഹിസ്ബുള്ളയുടെ നേതാവായ നയിം കാസി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കി. എന്നാൽ ലെബനിലെ ഷിയ മുസ്ലിം സമൂഹത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും വലിയ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ ഒഴിവാക്കാനുള്ള ചർച്ചകൾ രാജ്യത്ത് തീവ്രമായ രാഷ്ട്രീയ വിഭജനം, പൗരയുദ്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് വഴി തുറക്കാമെന്നും അഭിപ്രായപ്പെട്ട് നിരവധി പേർ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതിനിടെ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 135 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 771 പേർക്ക് പരിക്കേറ്റു. ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതാണ് ഇക്കാര്യം. ഇസ്രായേൽ യുദ്ധത്തിനിടെ പട്ടിണി കിടന്നു മരിച്ചവരുടെ എണ്ണം 193 കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 പട്ടിണി മരണങ്ങൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി. ഗാസ പൂർണ്ണമായും കൈവശപ്പെടുത്തുമെന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ആക്രമണം തുടരുന്നത്. നെതന്യാഹുവിന്റെ അവകാശവാദം ആശങ്കാജനകമെന്ന് UN അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മിറോസ്ലാവ് ജെങ്ക UN സുരക്ഷാ കൌൺസിലിൽ പറഞ്ഞു. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് തെരേസ റിബേറ പ്രകോപനപരമായ നീക്കമെന്നാണ് വിശേഷിപ്പിച്ചത്. ആക്രമണം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഇതുവരെ ഏറ്റവും കുറഞ്ഞത് 61,158 പേർ കൊല്ലപ്പെട്ടു. 1,51,442 പേർക്ക് പരിക്കേറ്റു. ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 135 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇവരിൽ 87 പേരും ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ സഹായം തേടിയെത്തിയവരാണ്. 771 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ഇസ്രായേൽ യുദ്ധത്തിനിടെ പട്ടിണി കിടന്നു മരിച്ചവരുടെ എണ്ണം കൂടുകയാണ്. ഗാസ പൂർണ്ണമായും കൈവശപ്പെടുത്തുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ആക്രമണം. ഗാസ കീഴടക്കൽ പദ്ധതിയിൽ മാറ്റമില്ലെന്നും ഹമാസിനെ നശിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ മന്ത്രി ബിസാലൽ സ്മോട്രിഷ് പ്രതികരിച്ചു. സൈനിക മേധാവി ഇയാൽ സമീറുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും ചർച്ച നടത്തി. ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും കൂടുതൽ സൈനികർക്ക് ജീവാപായം ഉറപ്പാണെന്നും സൈനിക മേധാവി നെതന്യാഹുവിനെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെൽ-അവീവിൽ 10,000 വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇന്നലെയും തെരുവിലിറങ്ങി. നെതന്യാഹുവിന്റെ പദ്ധതി ആശങ്കാജനകമാണെന്നും UN അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മിറോസ്ലാവ് ജെങ്ക പറഞ്ഞു. ഗാസയിൽ ആക്രമണം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന UNന്റെയും വിവിധ രാജ്യങ്ങളുടെയും ആവശ്യം ഇസ്രായേൽ തള്ളി. ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ ഗാസയിൽ അവശേഷിച്ച ആശുപത്രികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. പൂർണ്ണ വളർച്ചയെത്താതെ പ്രസവിച്ച 100 നവജാത ശിശുക്കൾ മരണത്തെ അഭിമുഖീകരിക്കുകയാണെന്നും UN ഏജൻസികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.